അമ്പലത്തിലിരുന്ന് ഷവർമ കഴിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്, ഞാൻ കഴിക്കുകയും ചെയ്യും. ഞാൻ ഈ കഴിച്ച ഷവർമ ഉണ്ടാക്കാനായിട്ട് ഒരു മൃഗങ്ങളും ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടില്ല, അറുക്കപ്പെട്ടിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല. 1 കിലോ ബീഫ് ഉണ്ടാക്കാനായിട്ട് 15,000 ലിറ്റർ വെള്ളമാണ് കൺസ്യൂം ചെയ്യപ്പെടുന്നത്. ഈ ഒരു ഷവർമ കഴിച്ചുകൊണ്ട് ഞാൻ സേവ് ചെയ്തത് 500 ലിറ്റർ വെള്ളവും എനിക്ക് തടയാൻ കഴിഞ്ഞത് 2 കിലോളം വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനുമാണ്. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ പ്ലാന്റ് ബേസ്ഡ് ഷവർമ. ഈ ഷവർമ പേടിയില്ലാതെ ആർക്ക് വേണോ കഴിക്കാം. ലോകത്തിലെ ആദ്യത്തെ പ്ലാന്റ് ബേസ്ഡ് ഷവർമയുടെ ഉറവിടവും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഈ ഒരു കുഞ്ഞ് അടുക്കളയിൽ നിന്നാണ് കേട്ടോ. ഒരു പ്രിസർവേറ്റീവ് ഉപയോഗിക്കാതെ 2 വർഷത്തോളം ഷെൽഫ് ലൈഫ് ഉള്ള ഗ്രാസ് ഹോപ്പറിന്റെ ഷവർമ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു മലയാളിയുടെ പ്രോഡക്റ്റ് ആണ്. ഇതാണ് കണ്ണൻ ചേട്ടൻ. കണ്ണൻ ചേട്ടന്റെ സഹോദരിയും ചേർന്നിട്ടാണ് അവരുടെ ഈ ഒരു കുഞ്ഞ് ക്ലൗഡ് കിച്ചണിൽ നിന്ന് ഈ ഒരു വലിയ ആശയത്തിന് രൂപം കൊടുത്തത്. പ്രകൃതിക്കും മനുഷ്യനും ഒരു ദോഷവും ചെയ്യാതെ ഉണ്ടാക്കിയ ഷവർമ, ലോകത്തിലെ ആദ്യത്തെ പ്ലാന്റ് ബേസ്ഡ് ഷവർമ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇതിലെ മയോണൈസ് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ കാണിച്ചുതരാം. മിൽക്ക് ചേർക്കാത്ത, മുട്ട ഉപയോഗിക്കാത്ത, എണ്ണ ഉപയോഗിക്കാത്ത മയോണൈസ്. ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഈന്തപ്പഴം, കാഷ്യൂനട്ട്, പംകിൻ സീഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അതായത് വില്ലനല്ലാത്ത മയോണൈസ്. ഈ ഷവർമയിൽ മീറ്റ് അടങ്ങിയിട്ടില്ല, പക്ഷെ മീറ്റിന്റെ ടേസ്റ്റ് ആണ്. ഇത് കഴിച്ചവർക്ക് ഈ ഷവർമയുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഇടിച്ചക്കയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടാണ്. ഇവരുടെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് സിറ്റാന എന്ന് പറയുന്ന ഒരു ടൈപ്പ് ടീ. ഇത് കഫീൻ ഫ്രീ ആണ്, പിന്നെ കൊമ്പൂച്ചി ഉണ്ട് കേട്ടോ. ഇവരുടെ പ്രോഡക്റ്റ് ട്രിവാൻഡ്രത്ത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും പോട്ടറാപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക.